അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിനു വേണ്ടിയും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ബിസിനസ് കാര്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി മറ്റുള്ള ആളുകളിൽ നിന്ന് വലിയൊരു സംഖ്യ കടം വാങ്ങുകയോ വലിയൊരു സംഖ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ സ്വർണങ്ങൾ പണയത്തിന് വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ആ സമയത്തുള്ള ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ഇതൊരു വലിയ തെറ്റാണെന്നറിഞ്ഞിട്ടും ഈ ഹറാമായ കാര്യം അവർ ചെയ്തു പോകുന്നു. അവർ പിന്നീടാണ് ഇതിൻ്റെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അവർ ഓർക്കാത്ത ഒരു കാര്യമുണ്ട്. ഏത് കാര്യം നമ്മൾ പലിശ പണം കൊണ്ട് ചെയ്താലും, വീട് പണിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും വിവാഹമാണെങ്കിലും ആ കാര്യങ്ങളിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നു. അതുപോലെ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടവും കുറയുന്നു. അവിടുന്ന് നമുക്ക് നൽകാനിരിക്കുന്ന കാരുണ്യവും അനുഗ്രഹങ്ങളുമെല്ലാം ഇല്ലാതാകുന്നു. ലോൺ എടുക്കുന്ന മിക്ക വീടുകളിലും നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കും. ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം പലിശയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ഓരോ മാസവും വീട്ടിലെ ചിലവിനുള്ള പണം തികയാതെ വരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വീണ്ടും പണം കടം വാങ്ങേണ്ട സാഹചര്യം വരികയും ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമെല്ലാം ഇതോടെ നഷ്ടപ്പെടുന്നു. തെറ്റുകൾ ചെയ്യാത്തവരായി ആരും ഉണ്ടാകില്ല. പക്ഷെ ആ തെറ്റുകൾ തിരുത്തി അതിൽ നിന്നും പിന്മാറി അത് ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് ഉറപ്പ് വരുത്തുന്നവരാണ് ഇരു ലോകത്തെയും വിജയികൾ. പലിശയ്ക്ക് കടം വാങ്ങിയവർ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മിനെ ചൊല്ലിയാൽ നമ്മുടെ ഏത് കടവും എത്ര വലിയ കടവും വീടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. യാ ബർറു യാ അല്ലാ, ഉപകാരം ചെയ്യുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. പതിവായി ഈ ഇസ്മി 700 തവണ ചൊല്ലിയാൽ ഉപകാരം ചെയ്യുന്നവനെ എന്ന് മനസ്സറിഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ റബ്ബിനെ വിളിച്ചാൽ അവന് റബ്ബിൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകും. റബ്ബിൻ്റെ സഹായം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ഗുണങ്ങളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കും. അവന് നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കിക്കൊടുക്കും. അതുപോലെ ഈ ഇസ്മ പതിവാക്കിയവർക്ക് ജനങ്ങൾക്കിടയിൽ ഇഷ്ടവും അംഗീകാരവും ലഭിക്കും. ഇരു ലോകത്തും ഒരുപാട് ഗുണങ്ങളും ഉപകാരങ്ങളും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ആരും പാഴാക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.